Hello dears, welcome back to Arcanex. എല്ലാ മക്കൾക്കും Arcanex-ലേക്ക് വെൽക്കം ഗൈസ്, വെൽക്കം. ഓക്കെ, സോ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന നമ്മുടെ +2 പ്രാക്ടിക്കൽ ചെയ്യാൻ പോകുന്ന മക്കളെ ഏറ്റവും കൂടുതൽ പ്രശ്നം പറഞ്ഞ രീതിയാന്ന് വെച്ചാൽ അവരുടെ വൈവ സെഷനാണ്. ഏറ്റവും കുട്ടികൾ പേടിക്കുന്ന എന്താണ്? വൈവ. അയ്യോ വൈവ, എന്താ ഈ വൈവ അല്ലേ? സോ വൈവ എന്ന് കേൾക്കുമ്പോൾ എല്ലാവർക്കും എന്താണ്? ഒരു പേടിയാണല്ലേ? സോ പേടിക്കേണ്ട മക്കളെ, പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. സോ നമുക്ക് വൈവയ്ക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള എല്ലാ ക്വസ്റ്റ്യൻസും നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു വീഡിയോയിൽ നമുക്ക് എന്ത് ചെയ്യാം? ഡിസ്കസ് ചെയ്യാം അല്ലെ? സോ നമ്മുടെ ഫിസിക്സിലെ അല്ലെ +2 ഫിസിക്സ് പ്രാക്ടിക്കൽസ് നിങ്ങൾ ചോദിക്കാൻ കഴിയുന്ന എല്ലാ ചോദ്യങ്ങളും, ചോദിക്കാൻ ചാൻസ് ഉള്ള ഒട്ടുമിക്ക ചോദ്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ നമുക്ക് എന്ത് ചെയ്യാം? ഓരോരോ ചോദ്യങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യാം? മൂവ് ചെയ്യാം അല്ലെ? സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾ ചോദിക്കാനുള്ള എന്താണ്? നെയിം ദ ഇൻസ്ട്രുമെന്റ് യു കുഡ് യൂസ്. ഇതേപോലെ ഇംഗ്ലീഷ് ചോദിക്കണം നിർബന്ധമുണ്ട്. നിങ്ങൾ മലയാളത്തിലൊക്കെ ചോദിക്കാം അല്ലെ? സാധാരണ നിങ്ങളോട് കാഷ്വൽ ആയിട്ടായിരിക്കും ചോദിക്കുന്നുണ്ടാവാൻ. ഞങ്ങൾ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ഇംഗ്ലീഷിലൊക്കെ ആ ക്വസ്റ്റ്യൻ പോലെ ആക്കി വെച്ചാണ്. നിങ്ങൾ അതും കണ്ട് ബേജാറാവേണ്ട ആവശ്യമില്ല. നിങ്ങളോട് കോമൺ ആയിട്ട് കാഷ്വൽ ആയിട്ട് മാത്രമേ ചോദിക്കുള്ളൂ. ഓക്കെ, നെയിം ദ ഇൻസ്ട്രുമെന്റ് യു കുഡ് യൂസ് ഫോർ ദ മെഷർമെന്റ് ഓഫ് ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ ഡയമീറ്റർ ഓഫ് എ ബീക്കർ അല്ലെ? ഒരു ബീക്കറിന് ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ ഡയമീറ്റർ ഒക്കെ മെഷർ ചെയ്യാൻ നമ്മൾ ഏത് ഇൻസ്ട്രുമെന്റ് ആണ് യൂസ് ചെയ്യുക? നിങ്ങൾ നോക്കുക. സ്ക്രൂ ഗേജ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം കുറച്ചുകൂടി ചെറിയ ആൾക്കാർ അല്ലെ, ഈ വയറിന്റെ ഡയമീറ്റർ ഒക്കെ എടുക്കാൻ നമ്മൾ യൂസ് ചെയ്യുക അല്ലെ? അങ്ങനെയാണെങ്കിൽ അതിലും കുറച്ചുകൂടെ ലെങ്ത് നമ്മൾ എന്ത് യൂസ് ചെയ്യാം? വെർനിയർ കാലിപ്പർ നമുക്ക് യൂസ് ചെയ്യാം അല്ലെ? സോ എന്ത് പറയാം? നമുക്ക് വെർനിയർ കാലിപ്പർ ആയിരിക്കും നമ്മൾ അതിന് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, വെർനിയർ കാലിപ്പർ. ഓക്കെ, സോ വെർനിയർ കാലിപ്പർ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അതിന് യൂസ് ചെയ്യുന്നത്. റെഡി അല്ലേ? സോ വെർനിയർ കാലിപ്പർ നമ്മൾ യൂസ് ചെയ്യാൻ ചെയ്യാം. ഒരു ബീക്കറിന്റെ ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ ഡയമീറ്റർ നമുക്ക് എന്ത് ചെയ്യാം? മെഷർ ചെയ്തെടുക്കാം. റെഡി? അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയാൽ നിങ്ങൾ, വാട്ട് ഡസ് മെൻ ബൈ ലീസ്റ്റ് കൗണ്ട് ഓഫ് മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്? മക്കളെ, നിങ്ങൾക്ക് വെർനിയർ കാലിപ്പറോ സ്ക്രൂ ഗേജോ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വൈവയ്ക്ക് ചോദിക്കാൻ കഴിയുന്ന നല്ല ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് വാട്ട് ഡു യു മീൻ ബൈ ലീസ്റ്റ് കൗണ്ട് അല്ലെ? ലീസ്റ്റ് കൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ് മോനെ എന്ന് ചോദിക്കും. അപ്പൊ നിങ്ങൾ പറഞ്ഞൂല സാറേ, ലീസ്റ്റ് കൗണ്ട് എന്ന് പറഞ്ഞാൽ ഒരു മെഷർമെന്റ് വെച്ച് മെഷർ ചെയ്യാൻ കഴിയുന്ന ഏറ്റവും ലീസ്റ്റ് ആയിട്ടുള്ള ഏറ്റവും ചെറിയ മെഷർമെന്റ് നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ലീസ്റ്റ് കൗണ്ട് എന്ന് പറഞ്ഞാൽ. ഓക്കെ, സോ ഒരു മെഷറിംഗ് ഇൻസ്ട്രുമെന്റ് വെച്ച് മെഷർ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ചെറിയ മെഷർമെന്റ് നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? യെസ്, ലീസ്റ്റ് കൗണ്ട് എന്ന് വെച്ചാൽ. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? കൺഫ്യൂഷൻ ഒന്നുമില്ലല്ലോ? യെസ്, അതാണ് ലീസ്റ്റ് കൗണ്ട് എന്ന് പറഞ്ഞാൽ. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ഹൗ ഡസ് സീറോ എറർ ക്രീപ്പ് ഇൻ എ ഇൻസ്ട്രുമെന്റ് അല്ലെ? എങ്ങനെയാണ് സീറോ എറർ വരുന്നത്? എന്താ സീറോ എറർ എന്ന് വെച്ചാൽ എന്താണ്? നമുക്കറിയാം, ഒരു മെഷറിംഗ് ഇൻസ്ട്രുമെന്റ് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ സീറോയുമായിട്ട് കോയിൻസൈഡ് ചെയ്യുന്ന ആ ഒരു പർട്ടിക്കുലർ അല്ലെ എന്ന് വെച്ചാൽ നമുക്കറിയാം ഏതൊരു ഇൻസ്ട്രുമെന്റ് നമ്മൾ ഉണ്ടാക്കിയാലും അല്ലെ അതെന്തായിരിക്കില്ല? 100% എഫിഷ്യന്റ് ആയിരിക്കും അല്ലെ? എല്ലാത്തിനും എന്തുണ്ടാവും? എറേഴ്സുകൾ ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ ഒരു മെഷറിംഗ് ഇൻസ്ട്രുമെന്റ് അകത്ത് എത്രത്തോളം എറർ വരാം എന്ന് പറയുന്ന ആ ഒരു ക്വാണ്ടിറ്റി ആണ് എന്ത്? സീറോ എറർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. റെഡി അല്ലേ? അതാണ് സീറോ എറർ എന്ന് വെച്ചാൽ ഒരു മെഷറിംഗ് ഇൻസ്ട്രുമെന്റ് സീറോ കോയിൻസൈഡ് എന്ന വാല്യൂ എന്താണോ അതായിരിക്കും അതിന് എന്ത്? യെസ്, സീറോ എറർ വരിക. എപ്പോഴും സീറോ എറർ ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ നമുക്കറിയാം അവിടെ എങ്ങനെ കോയിൻസൈഡ് ചെയ്യണം? ഈ സീറോ അടുത്ത ആളുടെ അല്ലെങ്കിൽ അടുത്ത ഹെഡ് സ്കെയിൽ ആണെങ്കിൽ അടുത്ത വെർനിയർ സ്കെയിൽ അല്ലെങ്കിൽ പിച്ച് സ്കെയിൽ ആണെങ്കിൽ അടുത്ത ഹെഡ് സ്കെയിലുമായിട്ട് എന്ത് ചെയ്യണം? സീറോമായിട്ട് തന്നെ എന്ത് ചെയ്യണം? കോയിൻസൈഡ് ചെയ്യണം. ഇതാണ് നമ്മുടെ എന്ത്? എക്സാക്ട് ഒരു നല്ല ഇൻസ്ട്രുമെന്റ് എന്ന് പറഞ്ഞാൽ, സീറോ എറർ ഇല്ലാത്ത ഇൻസ്ട്രുമെന്റ് എന്ന് പറഞ്ഞാൽ. പക്ഷെ സീറോ എറർ ഉണ്ടെങ്കിൽ എപ്പോഴും എന്ത് ചെയ്യും? ഈ സീറോ എപ്പോഴും എന്തിനോട് മാത്രമേ കോയിൻസൈഡ് ചെയ്യുള്ളൂ? അടുത്ത ആൾ അല്ലെങ്കിൽ ഹെഡ് സ്കെയിലിന്റെ എന്തുമായിട്ടായിരിക്കും ചിലപ്പോൾ ഉണ്ടാവുക? ചിലപ്പോ 90 അല്ലെങ്കിൽ ചിലപ്പോൾ 5 അല്ലെ? സോ അങ്ങനെ കോയിൻസൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം അവിടെ എന്തോ ഒരു എറർ ഉണ്ട്. ശരിക്കും നടക്കേണ്ട എങ്ങനെയാണ്? അതാ സീറോയുമായിട്ട് തന്നെ കോയിൻസൈഡ് ചെയ്യണം. അതാണ് അതിന്റെ കണ്ടീഷൻ. ഓക്കെ, അപ്പൊ സാറോട് പറയാ ഏതൊരു സീറോ എറർ എന്ന് പറഞ്ഞാൽ അല്ലെ ഏതൊരു മെഷറിംഗ് ഇൻസ്ട്രുമെന്റിന്റെ സീറോ എറർ എന്ന് പറഞ്ഞാലും എന്താണ് അവിടെ വരാൻ കഴിയുന്ന എററിന്റെ എമൗണ്ട് ആണ് എന്ത്? സീറോ എറർ എന്ന് പറഞ്ഞാൽ. റെഡി ആണല്ലോ? ഇതെന്ത് ചെയ്യാം? നമ്മളുടെ മാനുഫാക്ചറിങ് കാരണം ഉണ്ടാകുന്ന എറേഴ്സ് ആയിരിക്കാം അത്. റെഡി അല്ലേ? കുഴപ്പമില്ലല്ലോ? സോ അതാണ് സീറോ എറർ എന്ന് പറഞ്ഞാൽ. അപ്പൊ എത്രയാണോ എറർ നിങ്ങളുടെ ഫൈനൽ റിസൾട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ആ കിട്ടിയ എറർ നിങ്ങൾ എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം. ഈ നിങ്ങളുടെ എറർ മൈനസ് ആണെങ്കിൽ അല്ലെ, ചിലപ്പോൾ എറർ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാം? പ്ലസ് ആവാം അല്ലെങ്കിൽ മൈനസ് ആവാം. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാം? പ്ലസ് ഓർ മൈനസ് ഒരു വാല്യൂ കൊടുക്കും അല്ലെ? പ്ലസ് ഓർ മൈനസ് 5, പ്ലസ് ഓർ മൈനസ് 20 അങ്ങനെ കൊടുക്കും അല്ലെ? എന്ന് വെച്ചാൽ പ്ലസ് ആണ് നമ്മൾ എറർ എങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? റിസൾട്ടിന് അതൊന്ന് മൈനസ് ചെയ്യാം. ഇനി മൈനസ് ആണ് എറർ എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? അത് റിസൾട്ടിനകത്ത് പ്ലസ് ചെയ്യുക. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും? ആ കറക്റ്റ് വാല്യൂലേക്ക് എത്തും. എററിനെ റെഡ്യൂസ് ചെയ്യാം. റെഡി അല്ലേ? അതാണ് നമ്മുടെ എന്ത്? സീറോ എറർ എന്ന് പറഞ്ഞാൽ അതാണ് ആള്. റെഡി? അടുത്ത ക്വസ്റ്റ്യൻ പോവാം. ഡിഫൈൻ പിച്ച് ഓഫ് എ സ്ക്രൂ ഗേജ് അല്ലെ? സ്ക്രൂ ഗേജിന്റെ പിച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്നുമില്ല, പിച്ചിന്റെ ഇക്വേഷൻ നിങ്ങൾ പഠിച്ചു നോക്കുക. പിച്ച് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് മൂവ്ഡ് ഫോർ n റൊട്ടേഷൻ ബൈ നമ്പർ ഓഫ് റൊട്ടേഷൻ ആണ് അല്ലെ? എത്ര റൊട്ടേഷൻ ആണ് നമ്മൾ എടുക്കുന്നത് അല്ലെ? 5 റൊട്ടേഷൻ ആണെങ്കിൽ ഡിസ്റ്റൻസ് മൂവ്ഡ് ഫോർ 5 റൊട്ടേഷൻ ബൈ 5. ഈ 10 റൊട്ടേഷൻ ആണെങ്കിൽ ഡിസ്റ്റൻസ് മൂവ്ഡ് ഫോർ 10 റൊട്ടേഷൻ ബൈ 5. അത് എപ്പോഴും നമ്മുടെ ഒരു സ്ക്രൂ ഗേജിന്റെ അകത്ത് ഏകദേശം n റൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ അവിടെ ഉണ്ടാവും അത്രയും എന്തായിരിക്കും? മില്ലിമീറ്റർ. 5 റൊട്ടേഷൻ ആണെങ്കിൽ വരും 5 മില്ലിമീറ്റർ ആയി വരിക. ബൈ എന്ത് ചെയ്യും? 5 ചെയ്യും. അത്ര വരും 1 മില്ലിമീറ്റർ. എപ്പോഴും നമ്മളുടെ സ്ക്രൂ ഗേജിന്റെ പിച്ച് എപ്പോഴും അധികം എന്തിനായിരിക്കും വരിക? 1 മില്ലിമീറ്റർ ആയി വരിക. ആലോചിച്ച് നോക്കുക, നമ്മുടെ സ്ക്രൂ ഗേജിന്റെ പിച്ച് എപ്പോഴും എന്തായിരിക്കും വരിക? 1 മില്ലിമീറ്റർ ആയിരിക്കും വരിക.
റെഡി ആണല്ലോ സെറ്റ് ആണല്ലോ. അടുത്തിലേക്ക് പോവാം. വാട്ട് ഈസ് ദ പ്രിൻസിപ്പിൾ ഓഫ് എ സ്പ്രിംഗ് അല്ലെ? നിങ്ങൾക്കറിയാം സ്പ്രിംഗ് അല്ലെ, നമ്മൾ സ്പ്രിംഗ് ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട് നമ്മളെ ലാബിൽ. എവിടെയാ ഹെലിക്കൽ സ്പ്രിംഗ് എന്ന് പറഞ്ഞ രണ്ട് എക്സ്പീരിയൻസ് നമ്മൾ ചെയ്യുന്നുണ്ട്. ഹെലിക്കൽ സ്പ്രിംഗ് ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? വെർട്ടിക്കൽ ഓസിലേഷൻ മെത്തേഡും നമ്മൾ ചെയ്യുന്നുണ്ട്, ലോഡ് എക്സ്റ്റൻഷൻ മെത്തേഡും നമ്മൾ ചെയ്യുന്നുണ്ട് അല്ലെ? അങ്ങനെയാണെങ്കിൽ സ്പ്രിംഗിന്റെ പ്രിൻസിപ്പിൾ എന്താണ് മക്കളെ? നമുക്കറിയാം സ്പ്രിംഗിന്റെ പ്രിൻസിപ്പിൾ എന്താണ്? യെസ്, ഹുക്സ് ലോ ആണ് അല്ലെ? ഹുക്സ് ലോ വെച്ചിട്ടാണ് നമ്മൾ എപ്പോഴും എന്ത് ചെയ്യുക? സ്പ്രിംഗിന്റെ കാര്യം പറയാം അല്ലെ? എന്ന് വെച്ചാൽ അവിടെ ഉണ്ടാകുന്ന ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്തിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും? ഡിസ്പ്ലേസ്മെന്റ് പ്രൊപ്പോർഷണൽ ആയിരിക്കും. F is directly proportional to minus x ആണ്. അപ്പൊ എന്താ പറയാം? F is equal to minus kx അല്ലെ? ഇതാണ് നമ്മുടെ എന്ത് സ്പ്രിംഗിന്റെ അകത്ത് ഉണ്ടാകുന്ന ഫോഴ്സിന്റെ ഇക്വേഷൻ. F equal to minus kx. ആലോചിച്ചോളാം, നമ്മുടെ തിയറിയിൽ നമ്മൾ പഠിക്കാനുള്ളതാണ്. F equal to minus kx. പഠിച്ചു വെക്കണേ മക്കളെ, പഠിച്ചു വെക്കണേ. ഓക്കെ, സോ ഇതാണ് കാര്യം. നേരെ നമ്മൾ പോകുന്നു ഡിഫൈൻസ് ഹുക്സ് ലോ. എന്താണ് ഹുക്സ് ലോ? ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഓൾറെഡി അല്ലെ? എന്താ ഹുക്സ് ലോ എന്താണ് അല്ലെ? എപ്പോഴും അവിടെ ഉണ്ടാകുന്ന റീസ്റ്റോറിംഗ് ഫോഴ്സ് എന്തിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും? ഡിസ്പ്ലേസ്മെന്റ് പ്രൊപ്പോർഷണൽ ആയിരിക്കും. ആൻഡ് ഫോഴ്സ് ഉണ്ടാകുന്ന ഡിസ്പ്ലേസ്മെന്റ് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയതുകൊണ്ട് മൈനസ് എക്സ് കൊടുക്കും. സോ ഇത്രയും പറഞ്ഞു വെക്കുക. ദ റീസ്റ്റോറിംഗ് ഫോഴ്സ് പ്രൊഡ്യൂസ്ഡ് ഇൻ എ സ്പ്രിംഗ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ ഡിസ്പ്ലേസ്മെന്റ്. അതുവഴി നമുക്ക് എന്ത് പറയാം? F equal to minus kx എന്ന് പറയാം. മൈനസ് കെ എക്സ് ഇത് അങ്ങോട്ട് പറഞ്ഞു കൊടുക്കാം മക്കളെ, പറഞ്ഞു കൊടുക്കാം. റെഡി ആണല്ലോ. അടുത്ത നമ്മൾ പോവാണ്. അടുത്ത എന്താണ്? ഡിഫൈൻ സ്ട്രെയിൻ അല്ലെ? ഒരു സ്പ്രിംഗിന്റെ അകത്ത് എന്ത് വരും? സ്ട്രെയിൻ വരും. അങ്ങനെയാണ് സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു മെറ്റീരിയൽ അല്ലെങ്കിൽ ഒരു ബോഡിക്ക് ഉണ്ടായിട്ടുള്ള ഡീഫോർമേഷന്റെ എമൗണ്ട് ആണ് അല്ലെ? നമ്മൾ സ്പ്രിംഗ് വലിച്ചു കഴിഞ്ഞാൽ സ്പ്രിംഗിന് എന്ത് മാറുന്നുണ്ട്? ഷേപ്പിൽ മാറ്റം വരുന്നുണ്ട് അല്ലെ? അപ്പൊ അവിടെ ഷിയറിംഗ് സ്ട്രെയിൻ ഉണ്ടാവുന്നുണ്ട്. അങ്ങനെയാണ് സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ചേഞ്ച് ഇൻ ഡയമെൻഷൻ ബൈ ഒറിജിനൽ ഡയമെൻഷൻ ആണ്. സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ ചേഞ്ച് ഇൻ ഡയമെൻഷൻ ടു ഒറിജിനൽ ഡയമെൻഷൻ ആണ്. സ്പ്രിംഗിന്റെ അകത്ത് എന്ത് സ്ട്രെയിൻ ആണ് ഉണ്ടാകുന്നത്? ഷിയറിംഗ് സ്ട്രെയിൻ ആണ്. ഷിയറിംഗ് ആണ്. ഓക്കെ, റെഡി അല്ലേ? അടുത്ത നമുക്ക് നോക്കാം. സ്റ്റേറ്റ് ദ കണ്ടീഷൻ അണ്ടർ വിച്ച് ദ സ്പ്രിംഗ് ഒബേസ് ഹുക്സ് ലോ അല്ലെ? ഏത് കണ്ടീഷനിലാണ് സ്പ്രിംഗ് എന്ത് ചെയ്യുന്നത്? ഹുക്സ് ലോ ഒബേ ചെയ്യുന്നത്? എപ്പോഴാണ് അല്ലെ? എപ്പോഴും ആലോചിക്കുക. ഫോർ സ്മോൾ ഡീഫോർമേഷൻ, അല്ലെങ്കിൽ ഡീഫോർമേഷൻ എന്തായിരിക്കണം? ഇലാസ്റ്റിക് ലിമിറ്റിന്റെ അണ്ടറിലായിരിക്കണം അല്ലെ? അണ്ടർ ഇലാസ്റ്റിക് ലിമിറ്റ് എന്ന് നമുക്ക് പറയാം. അണ്ടർ ഇലാസ്റ്റിക് ലിമിറ്റ്. സോ നമ്മൾ കൊടുക്കുന്ന ഡീഫോർമേഷൻ എപ്പോഴും എന്തിന്റെ അണ്ടറിലായിരിക്കണം? ഇലാസ്റ്റിക് ലിമിറ്റിന്റെ ഉള്ളിലായിരിക്കണം. അത് കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ എന്താകും? ആൾ ഡീഫോർം ആവും. പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? അവിടെ ഹുക്സ് ലോ പറയാൻ പറ്റില്ല. അപ്പൊ എപ്പോഴും എന്തായിരിക്കണം? നമ്മൾ കൊടുക്കുന്ന ഡീഫോർമേഷൻ അല്ലെ? ദ ഡീഫോർമേഷൻ പ്രൊഡ്യൂസ് ഇൻ ദാറ്റ് ബോഡി അല്ലെങ്കിൽ ഇൻ ദാറ്റ് സ്പ്രിംഗ് ഈസ് അണ്ടർ ഇലാസ്റ്റിക് ലിമിറ്റ് അല്ലെങ്കിൽ ഇൻ ഇലാസ്റ്റിക് ലിമിറ്റ് ആയിരിക്കണം. അതിന് ഇലാസ്റ്റിക് ലിമിറ്റിന്റെ ഉള്ളിലായിരിക്കണം. അതാണ് കണ്ടീഷൻ. റെഡി ആണല്ലോ. സോ കണ്ടീഷൻ ഫോർ എന്താണ്? സ്പ്രിംഗ് അണ്ടർ അല്ലെ? സ്പ്രിംഗ് ഒബേസ് എന്താണ്? ഹുക്സ് ലോ അല്ലെ? നമുക്കറിയാം എന്തായിരിക്കണം? നമ്മൾ കൊടുക്കുന്ന ഡീഫോർമേഷൻ എപ്പോഴും എന്തായിരിക്കണം? ഹുക്സ് ലോയുടെ ഉള്ളിലായിരിക്കണം. റെഡി ആണല്ലോ, സെറ്റ് ആണല്ലോ. നേരെ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? അടുത്ത ക്വസ്റ്റിലേക്ക് പോവാണ്. വാട്ട് ആർ ദ ഫോഴ്സസ് ആക്ടിംഗ് ഓൺ ദ ലോഡ് ദാറ്റ് ഈസ് അറ്റാച്ച്ഡ് ടു ദ സ്പ്രിംഗ് വിച്ച് ഈസ് ഓസിലേറ്റിംഗ് ഇൻ എ വെർട്ടിക്കൽ പ്ലെയിൻ അല്ലേ? സോ നമ്മൾ എന്ത് ചെയ്യണം? സ്പ്രിംഗ് ഇതാ ഇങ്ങനെ ഓസിലേറ്റ് ചെയ്യുന്നുണ്ട്, ഒരു മാസ് കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മളെ ലോഡ് എന്ന് പറഞ്ഞാൽ അല്ലേ? അപ്പൊ ലോഡ് കൊടുത്തു കഴിഞ്ഞാൽ താഴേക്ക് ഉണ്ടാവും നമ്മുടെ വെയിറ്റ് ഉണ്ടാവും, mg താഴേക്ക് ഉണ്ടാവും. നേരെ എവിടേക്കാരുണ്ട്? അതിന്റെ ടെൻഷൻ ഉണ്ട് മക്കളെ, ടെൻഷൻ അല്ലെ? അപ്പൊ നമുക്ക് എന്ത് പറയാം? അവിടെ എന്തുണ്ട്? വെയിറ്റും ഉണ്ട്, ടെൻഷനും ഉണ്ട് അല്ലെ? ഗ്രാവിറ്റിയും ആക്ട് ചെയ്യും, അതേപോലെ ടെൻഷൻ എന്ത് ചെയ്യുന്നുണ്ട്? അതിന്റെ മുകളിലേക്ക് ആക്ട് ചെയ്യുന്നുണ്ട്. റെഡി ആണല്ലോ, സെറ്റ് ആണല്ലോ. യെസ്, അത്രേ ഉള്ളൂ ഒരു അടി. ഓക്കെ, വാട്ട് ഈസ് ഓംസ് ലോ? നമുക്കറിയാം ഓംസ് ലോ നമുക്ക് ചെയ്യാണ്ടല്ലേ. എന്താണ് ഓംസ് ലോ എന്ന് പറഞ്ഞാൽ എന്താണ്? യെസ്, ദ കറന്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്. V ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു I ആണ്. സോ V ഈക്വൽ ടു നമുക്ക് എന്ത് പറയാം? യെസ്, അതിന്റെ ഇക്വേഷൻ എന്താണ്? V ഈക്വൽ ടു IR ആണ്. പഠിച്ചു വെക്കുക. യെസ്, നമ്മൾ ഓംസ് ലോ ഇക്വേഷൻ എന്താണ്? V ഈക്വൽ ടു IR എന്ന് പറഞ്ഞ ഇക്വേഷൻ ആണ്. V ഈക്വൽ ടു IR. റെഡി? ഓക്കെ, അടുത്തത് വാട്ട് ഇസ് മെന്റ് ബൈ പീരിയോഡിക് മോഷൻ? എന്താണ് പീരിയോഡിക് മോഷൻ എന്ന് പറഞ്ഞാൽ? എന്താണ് അല്ലെ? ഇറ്റ് ഇസ് എ റിപ്പീറ്റഡ് മോഷൻ ഇൻ ഈക്വൽ ഇന്റർവൽ ഓഫ് ടൈം അല്ലെ? ഒരേ ഇന്റർവൽ ഓഫ് ടൈമിൽ ഒരു പർട്ടിക്കുലർ മോഷൻ റിപ്പീറ്റ് ചെയ്തുകൊണ്ട് വരികയാണെങ്കിൽ ആ മോഷൻ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? പീരിയോഡിക് മോഷൻ. റെഡി ആണോ, സെറ്റ് ആണോ? സോ പീരിയോഡിക് മോഷൻ എന്താണ്? എ മോഷൻ ദാറ്റ് റിപ്പീറ്റ് ഇറ്റ്സെൽഫ് അണ്ടർ എ റെഗുലർ ഇന്റർവൽ ഓഫ് ടൈം. ഒരേ ടൈം ഇന്റർവെൽ എന്ത് ചെയ്യാണ്? ഒരു പെർട്ടിക്കുലർ മോഷൻ എന്ത് ചെയ്യാണ്? ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു എക്സാമ്പിൾ ചോദിക്കാൻ പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക? നമ്മുടെ സോളാർ സിസ്റ്റം അല്ലെ? നമ്മളെ പ്ലാനറ്റ്സ് എന്ത് ചെയ്യുന്നു? നമ്മളെ സണ്ണിനെ ചുറ്റും റിവോൾവ് ചെയ്യുന്നു. അതെന്താണ്? ഒരേ ടൈം പീരിയഡിൽ എന്ത് ചെയ്യാണ്? ഒരേ പെർട്ടിക്കുലർ മോഷൻ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. റെഡി അല്ലെ? അടുത്ത നോക്കിയാൽ നമ്മൾ വാട്ട് ഇസ് മെന്റ് ബൈ ആംപ്ലിറ്റ്യൂഡ് അല്ലെ? എന്താണ് ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ? എന്താണ്? മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് ആണ് മക്കളെ, പറഞ്ഞു വെച്ചോളാം. മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് ആണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ആംപ്ലിറ്റ്യൂഡ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, സോ ഒരു ഓസിലേഷന്റെ അകത്ത് ഉണ്ടാവുന്ന മാക്സിമം ആംപ്ലിറ്റ്യൂഡ് നമ്മൾ എന്ത് വിളിക്കും? മാക്സിമം ആംപ്ലിറ്റ്യൂഡ് ഫ്രം മീൻ പൊസിഷൻ. തന്നെ മെൻഷൻ ചെയ്തോളാം. ഇറ്റ് ഇസ് എ മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് ഫ്രം മീൻ പൊസിഷൻ ഓഫ് ആൻ ഓസിലേറ്റിംഗ് ബോഡി. റെഡി, സെറ്റ്. അടുത്ത നോക്കാം നമുക്ക്. ഡിഫൈൻ സെക്കൻഡ് സ്പെയർ ലോ. എന്താണ് സെക്കൻഡ് സ്പെയർ ലോ? ഒന്നുമില്ല മക്കളെ, ഇറ്റ് ഇസ് എ പെൻഡുലം ഹാവിംഗ് ദ ടൈം പീരീഡ് 2 സെക്കൻഡ് അല്ലെ?
2 സെക്കൻഡ് ടൈം പീരീഡ് വരുന്ന ആ ഒരു പെൻഡുലത്തിന് നമ്മൾ വിളിക്കുന്ന പേരാണ് സെക്കൻഡ്സ് പെൻഡുലം. ഓക്കെ, അടുത്ത നമുക്ക് നോക്കാം. ഡിഫൈൻ ടൈം പീരീഡ് ഓഫ് ആൻ ഓസിലേറ്റിംഗ് ബോഡി. അല്ലെ, എന്താണ് ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ ടൈം ടേക്കൺ. എന്തിനു വേണ്ടിയുള്ള ടൈം ആണ്? ഫോർ വൺ ഓസിലേഷൻ. അല്ലെ, ഒരു ഓസിലേഷന് നമ്മൾ എടുക്കുന്ന ടൈമിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ടൈം പീരീഡ് എന്ന് നമ്മൾ വിളിക്കുന്നത്. റെഡി അല്ലേ? കൺഫ്യൂഷൻ അല്ലോ. സോ ടൈം പീരീഡ് എന്താണ്? ഇറ്റ് ഈസ് എ ടൈം ടേക്കൺ ഫോർ വൺ ഓസിലേഷൻ. റെഡി? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഡിഫൈൻ ഫ്രീക്വൻസി. എന്താണ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു ഓസിലേഷൻ എടുക്കുന്ന സമയമാണ് എന്ത്? ടൈം പീരീഡ്. അങ്ങനെയാണെങ്കിൽ ഒരു സെക്കൻഡിൽ എത്ര ഓസിലേറ്റ് ചെയ്യുന്നു എന്ന് പറയുന്ന ആ ഒരു എമൗണ്ട് ആണ് എന്ത്? ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ ന്യൂ ഈക്വൽ ടു നമ്പർ ഓഫ് ഓസിലേഷൻസ് പെർ ടൈം, n/t എന്ന് നമുക്ക് പറയാം. നമ്പർ ഓഫ് ഓസിലേഷൻസ് പെർ ടൈം എന്ന് പറയാം. റെഡി, സെറ്റ്. അടുത്തതിലേക്ക് നമ്മൾ പോവാണ്. വാട്ട് ഡു യു മീൻ ബൈ ദ നമ്പർ 512 പ്രിന്റഡ് ഓൺ ദ ട്യൂണിംഗ് ഫോർക്ക്? അല്ലെ, നമ്മൾ ട്യൂണിംഗ് ഫോർക്ക് നമ്മൾ നോക്കി കഴിഞ്ഞാൽ അത് ഏകദേശം ഇങ്ങനെ ഒരു യു പോർഷൻ അല്ലേ? ആ യുവിന്റെ അടിയിൽ എന്ത് ചെയ്യാം? 512 അല്ലെ, അങ്ങനത്തെ കുറച്ച് നമ്പേഴ്സ് കാണാം. ആക്ച്വലി എന്താ കാണിക്കുന്നത്? നമ്മൾ എന്താണ് ആ ട്യൂണിംഗ് ഫോർക്കിന്റെ ഫ്രീക്വൻസി ആണ് എന്ത് ചെയ്യുന്നത്? റെപ്രസെന്റ് ചെയ്യുന്നത്. അല്ലെ, 512 ഹെഡ്സ് ആണ് അവിടെ എന്ത് ചെയ്യുക? അത് മീൻ ചെയ്യുക. മനസ്സിലായോ? സോ ട്യൂണിംഗ് ഫോർക്കിന്റെ മുകളിലെ നമ്പർ എന്താണ് ഡിനോട്ട് ചെയ്യുന്നത്? അതിന്റെ ഫ്രീക്വൻസിയാണ് ഡിനോട്ട് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ആ ബോഡിയെ നമ്മൾ എന്ത് ചെയ്യാണ്? ടാപ്പ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ എക്സൈറ്റ് ചെയ്യുന്ന സമയത്ത് അതിന്റെ മുകളിൽ ഉണ്ടാകുന്ന നമ്പർ ഓഫ് ഓസിലേഷൻസ് ഇൻ 1 സെക്കൻഡ്, അതാണ് അത് കാണിച്ചിരുന്നത്. എന്ന് വെച്ചാൽ 512 ആണ് എന്ത് ചെയ്യും? അത് ഒരു സെക്കൻഡിൽ 512 തവണ എന്ത് ചെയ്യും? ഇങ്ങനെ ഓസിലേറ്റ് ചെയ്യും. ആ ചെറിയ പെട്ടെന്നുള്ള ചെറിയ സാധനമായിരിക്കും അല്ലെ, അത്രയും പെട്ടെന്ന് നമുക്ക് കാണാൻ പോലും പറ്റില്ല നമുക്ക് അല്ലെ. അങ്ങനെ എന്ത് ചെയ്യും? അത് ഓസിലേറ്റ് ചെയ്യുന്നുണ്ടാവും. റെഡി ആണല്ലോ? സെറ്റ് ആണല്ലോ? യെസ്. അടുത്ത നോക്കാം. വാട്ട് ടൈപ്പ് ഓഫ് വേവ്സ് ആർ ദ സൗണ്ട് വേവ്? നമുക്കറിയാം, ഞാൻ ഈ പറയുന്ന വേവ് ഒക്കെ എന്ത് വേവ് ആടാ? നിങ്ങൾ 2 ടൈപ്പ് വേവ് പഠിച്ചിട്ടുണ്ടാവും. ഒന്ന് ട്രാൻസ്വേഴ്സ് വേവും ഒന്ന് ലോഞ്ചിറ്റ്യൂഡൽ വേവും. സൗണ്ട് വേവ് എന്ത് വേവ് ആണ്? സൗണ്ട് വേവ് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്. ഞാൻ കംപ്ലീറ്റ് ചെയ്യുന്നില്ല. സൗണ്ട് വേവ് എന്താണ്? ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് ആണ്. ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് എന്ന് വെച്ചാൽ അവിടെ ആരൊക്കെയാണുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറയാം. അവിടെ ആരൊക്കെയാണുള്ളത്? കംപ്രഷൻ ആൻഡ് റെയർഫാക്ഷൻ അല്ലെ. സോ അത് എന്തായിട്ടാണ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്? കംപ്രഷൻസ് ആയിട്ടും റെയർഫാക്ഷനും. എന്താണ് കംപ്രഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രഷർ കൂടിയ റീജിയൻ ആണ്. റെയർഫാക്ഷൻ എന്താണ്? പ്രഷർ കുറഞ്ഞ റീജിയൻ ആണ്. അറിഞ്ഞു വെച്ചോളാം. അഥവാ അങ്ങോട്ട് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പറയണം. അതൊക്കെ ഓരോ വരുന്ന ഇൻവിജിലേറ്ററിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ചോദിക്കണം തോന്നിയാൽ അവർ ചോദിക്കാണ്ടിരിക്കൂല. ഓക്കെ, റെഡി അല്ലേ? ഇനി വേഗം വിടണം തോന്നിക്കഴിഞ്ഞാൽ അവർ വിടുകയും ചെയ്യും. എത്രയും ചോദിക്കില്ല. ഓക്കെ, അടുത്ത നോക്കാം. വാട്ട് ആർ ലോഞ്ചിറ്റ്യൂഡൽ വേവ്സ്? എന്താണ് ലോഞ്ചിറ്റ്യൂഡൽ വേവ്സ് എന്ന് പറഞ്ഞാൽ? എന്താണ്? ഒന്നുമില്ല, അവിടെ ഉണ്ടാവുന്ന പാർട്ടിക്കിളിന്റെ ഓസിലേഷൻ അല്ലെ. സോ പാർട്ടിക്കിൾ ഓസിലേഷൻ എപ്പോഴും എന്തായിരിക്കും? അവിടെ ഉണ്ടാവുന്ന പാർട്ടിക്കിൾ എങ്ങനെ ഓസിലേറ്റ് ചെയ്യുക? യെസ്, എങ്ങനെയാണ്? പാരലൽ. ഞങ്ങൾ ഷോർട്ട് ആക്കി ഇതാണ് പാരലൽ ടു എന്താണ്? സൗണ്ട് പ്രൊപ്പഗേഷൻ. പാരലൽ ടു എന്ത് വരും? സൗണ്ട് പ്രൊപ്പഗേഷൻ. സോ സൗണ്ടിന്റെ പ്രൊപ്പഗേഷൻ എങ്ങോട്ടേക്കാണോ അതിന് പാരലൽ ആയിട്ടാണ് എന്ത് ചെയ്യുക? അവിടെ പാർട്ടിക്കിൾ വൈബ്രേറ്റ് ചെയ്യുക. അപ്പൊ ട്രാൻസ്വേഴ്സിൽ എങ്ങനെയായിരുന്നു സാറേ? അവിടെ ഉണ്ടാകുന്ന പാർട്ടിക്കിൾ എങ്ങനെ വൈബ്രേറ്റ് ചെയ്യും? പെർപെൻഡിക്കുലർ ആയിട്ട് വൈബ്രേറ്റ് ചെയ്യും. ആൻഡ് ലോഞ്ചിറ്റ്യൂഡിൽ എങ്ങനെ വൈബ്രേറ്റ് ചെയ്യും? പാരലൽ ആയിട്ടും വൈബ്രേറ്റ് ചെയ്യും. റെഡി ആണല്ലോ? സെറ്റ് ആണല്ലോ? അത്രയുള്ള പരിപാടി. ഓക്കെ, അടുത്ത നോക്കാം. വാട്ട് ആർ നോഡ്സ് ആൻഡ് ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ റെസൊണൻസ് കോളത്തിനകത്ത് നോഡുകളും ആന്റി നോഡുകളും അറിഞ്ഞിരിക്കണം അല്ലെ. എന്താണ് ആന്റി നോഡ് എന്ന് പറഞ്ഞാൽ? എന്താണ് ആന്റി നോഡ് എന്ന് പറഞ്ഞാൽ? എന്താണ്? നമുക്കറിയാം, സൗണ്ടിന്റെ ഇന്റൻസിറ്റി കൂടിയ ഭാഗം അല്ലെ. എന്ന് വെച്ചാൽ ഒന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ നമുക്കറിയാം, സ്റ്റാൻഡിങ് വേവ്സ് പഠിക്കുന്ന സമയത്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഞാൻ എങ്ങനെ വരയ്ക്കാം? നമ്മൾ റെസൊണൻസ് കോളം തന്നെ വരയ്ക്കാം അല്ലെ. സോ എന്താ അവിടെ കുറച്ച് റെസൊണൻസ് അല്ലെങ്കിൽ നമ്മളുടെ കുറച്ച് വേവുകൾ വരയ്ക്കുകയാണ്. റെഡി അല്ലേ? അങ്ങനെയാണ് അവിടെ നോക്കിയതാ ഇയാൾ അല്ലെ. എന്ന് വെച്ചാൽ നമ്മളെ ഡിസ്പ്ലേസ്മെന്റ് കൂടുതലുള്ള റീജിയൻ അല്ലേ, ഇയാളാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ആന്റി നോഡ് എന്ന് വിളിക്കുന്നത്. റെഡി ആണല്ലോ? സെറ്റ് ആണല്ലോ? അങ്ങനെയാണെങ്കിൽ അതിന്റെ ഡിസ്പ്ലേസ്മെന്റ് 0 ഉള്ള റീജിയൻ നമുക്ക് എന്ത് വിളിക്കാം? അവിടെ നോഡ് എന്ന് വിളിക്കാം. സോ ഡിസ്പ്ലേസ്മെന്റ് 0 ആണെങ്കിൽ അത് നോഡാണ്. അപ്പൊ അത് അവിടെയൊക്കെ നോഡാണല്ലേ. അതേപോലെ ഡിസ്പ്ലേസ്മെന്റ് മാക്സിമം വരുന്ന ഈ റീജിയൻ ഒക്കെ നമുക്ക് എന്ത് വിളിക്കാം? ആന്റി നോഡുകൾ എന്ന് വിളിക്കാം. സോ ആന്റി നോഡ്. റെഡി അല്ലേ? സെറ്റ് അല്ലേ? സോ ഡിസ്പ്ലേസ്മെന്റ് മാക്സിമം ആവുന്ന റീജിയൻ ആണെന്ത്? ആന്റി നോഡ്. ഡിസ്പ്ലേസ്മെന്റ് 0 ആവുന്ന റീജിയൻ ആണെന്ത്? നോട്ട്. എപ്പോഴും റിജിഡ് ആയിട്ടുള്ള ബൗണ്ടല്ലേ. ഇപ്പൊ നമ്മളൊരു കയർ കെട്ടിട്ടിട്ട് എന്ത് ചെയ്യാണ്? ഒരു സ്ഥലത്ത് കെട്ടിട്ട് വെച്ചോ, എപ്പോഴും അതിന്റെ റിജിഡ് ബൗണ്ടറിയിൽ എപ്പോഴും എന്താ ഉണ്ടാവുക? നോഡുകളായിരിക്കും ഫോം ചെയ്യാൻ. നിങ്ങൾ എന്ത് ചെയ്യുക? ആലോചിച്ച് നോക്കുക. അതേപോലെ തന്നെ ക്ലോസ്ഡ് ആയിട്ടുള്ള ഭാഗത്തൊക്കെ എപ്പോഴും എന്തായിരിക്കും ഉണ്ടാവുക? നോഡുകളാണ്. അതൊക്കെ ക്ലോസ്ഡ് അല്ലേ. സോ ക്ലോസ്ഡ് ആയിട്ടുള്ള ഭാഗത്ത് എപ്പോഴും എന്തേ ഉണ്ടാവുള്ളൂ? നോഡുകളാണ് ഉണ്ടാവുക. നിങ്ങൾ എന്ത് ചെയ്യുക? ആലോചിച്ച് വെച്ചോളൂ. കാരണം അവിടെ ഒന്നും ഉണ്ടാവില്ല, ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാവില്ല. അവിടെ എന്തായിരിക്കും? 0 ഡിസ്പ്ലേസ്മെന്റ് ആയിരിക്കും. റെഡി ആണല്ലോ? അപ്പോൾ നമുക്ക് എന്തൊക്കെ ആന്റിനോഡുമായി എന്തൊക്കെയായി നോഡ് എന്താണെന്ന് മനസ്സിലായി അല്ലേ. സോ ആന്റിനോഡ് ആൻഡ് നോഡ്.
എയും എന്നും വെച്ച് നമ്മൾ ഡിനോട്ട് ചെയ്യാറുണ്ട്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നമ്മൾ പോകുന്നു. ഡിഫൈൻ പോൾ ഓഫ് എ മിറർ അല്ലെ. എന്താണ് മിററിന്റെ പോൾ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് രണ്ട് ടൈപ്പ് മിററാണ് നമ്മൾ ചെയ്യാനുള്ളത്. ഒന്ന് കോൺകേവ് മിറർ ഉണ്ട്, ഒന്ന് എന്തുണ്ട് നമ്മുടെ കോൺവെക്സ് മിറർ ഉണ്ട് അല്ലെ. അങ്ങനെയാണ് നമുക്ക് എന്ത് പറയാം? പോൾ എന്ന് പറഞ്ഞാൽ റിഫ്ലക്റ്റിംഗ് സർഫസിന്റെ സെന്റർ പോയിന്റ് നമ്മൾ വിളിക്കുന്ന പേരാണ് എന്താണ്? പോൾ. റിഫ്ലക്റ്റിംഗ് സർഫസിന്റെ സെന്റർ പോയിന്റ് ആണ് എന്ത്? പോൾ എന്ന് പറഞ്ഞാൽ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. വാട്ട് ഈസ് ദ റേഡിയസ് ഓഫ് കർവേച്ചർ ഓഫ് എ മിറർ? എന്താണ് റേഡിയസ് ഓഫ് കർവേച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ ഡിസ്റ്റൻസ് ഫ്രം ഇവിടുന്ന് എങ്ങോട്ടേക്കാണ്? സെന്റർ ഓഫ് കർവേച്ചർ ടു പോൾ അല്ലെ. സെന്റർ ഓഫ് കർവേച്ചറിൽ നിന്ന് പോളിലേക്ക് ഉണ്ടാകുന്ന ഡിസ്റ്റൻസ് ആണ് എന്ത്? റേഡിയസ് ഓഫ് കർവേച്ചർ എന്ന് പറഞ്ഞാൽ. റെഡി അല്ലെ? അടുത്ത നമ്മൾ പോവാണ്. വാട്ട് ഡു യു മീൻ ബൈ കർവേച്ചർ ഓഫ് ദി സ്പിയർ അല്ലെ. കർവേച്ചർ ഓഫ് ദി സ്പിയർ എന്ന് വെച്ചാൽ എന്താണ്? സെന്റർ ഓഫ് കർവേച്ചർ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു അല്ലെ? കർവേച്ചർ എന്ന് പറഞ്ഞപ്പോ കോൺകേവ് എടുക്കുകയാണെങ്കിൽ അല്ലെ, നമുക്കറിയാം ഈ കോൺകേവ് കോൺവെക്സ് എന്നൊക്കെ പറഞ്ഞ എന്താണ്? ബേസിക്കലി ഒരു സ്പിയർ അല്ലെ, ഒരു സ്പിയറിന്റെ പോർഷൻ അല്ലെ. അങ്ങനെയാണെങ്കിൽ ആ സ്പിയറിന്റെ സെന്റർ ആണ് എന്ത്? നമ്മളുടെ സെന്റർ ഓഫ് കർവേച്ചർ എന്ന് പറഞ്ഞാൽ. ആ സ്പിയറിന്റെ സെന്റർ ആണ് നമ്മൾ എന്ത് വരിക? സെന്റർ ഓഫ് കർവേച്ചർ. സോ ഇറ്റ് ഈസ് എ സെന്റർ ഓഫ് ദി സ്പിയർ ഇൻ വിച്ച് ദ സ്പെരിക്കൽ മിറർ ഈസ് എ പാർട്ട് അല്ലെ. ഇറ്റ് ഈസ് എ സെന്റർ ഓഫ് ദി സ്പിയർ in which the spherical mirror is a part. നമ്മൾ എടുക്കുന്ന ആ മിറർ ഏത് സ്പിയറിന്റെ പാർട്ടാണോ ആ സ്പിയറിന്റെ സെന്റർ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? സെന്റർ ഓഫ് കർവേച്ചർ. ആ കർവേച്ചറിന്റെ സെന്റർ. റെഡി സെറ്റ് അല്ലേ? അടുത്ത നമ്മൾ പോവാണ്. വാട്ട് ഈസ് റേഡിയസ് ഓഫ് കർവേച്ചർ ഓഫ് എ പ്ലെയിൻ മിറർ? ഒരു പ്ലെയിൻ മിററിന് റേഡിയസ് ഓഫ് കർവേച്ചർ സെന്റർ അല്ലെ എന്ന് വെച്ചാൽ റേഡിയസ് ഓഫ് കർവേച്ചർ അല്ലെ. എടാ നമ്മളുടെ കർവ്ഡ് ആയി നമുക്ക് എന്ത് പറയാം? കറക്റ്റ് ആയിട്ട് ഒരു കർവ്ഡ് സർഫസ് വരച്ച് സെന്റർ മാർക്ക് ചെയ്യുന്നു. ഇവിടെ നമുക്ക് കർവ് വരയ്ക്കാൻ പറ്റുമോ? ഇല്ല. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഉണ്ടാവുന്ന റേഡിയസ് ഓഫ് കർവേച്ചർ എന്ന് പറഞ്ഞാൽ ദൂരേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ദാറ്റ് മീൻസ് ഇൻഫിനിറ്റി. ഒന്നായിട്ട് ഇട്ട് ഫുൾ കൊളായി. ഓക്കെ, എന്താണ് വരിക? ഇൻഫിനിറ്റി ആണ് വരിക. സോ ഇവിടെ റേഡിയസ് ഓഫ് കർവേച്ചർ എന്താ വരിക? ഇൻഫിനിറ്റി. ആലോചിച്ച് നോക്കണം മക്കളെ. പ്ലെയിൻ മിററിന്റെ റേഡിയസ് ഓഫ് കർവേച്ചർ എത്രയാണ്? ഇൻഫിനിറ്റി ആണ്. റെഡി, അടുത്തേക്ക് പോവാണ്. വാട്ട് ഇസ് ദ റിലേഷൻ ബിറ്റ്വീൻ റേഡിയസ് ഓഫ് കർവേച്ചർ ആൻഡ് ഫോക്കൽ ലെങ്ത്? സിമ്പിൾ. നമ്മളത് റേ ഓപ്റ്റിക്സിലൊക്കെ പഠിച്ചാണല്ലോ. എന്താണ് ആ റേഡിയസ് എന്ന് പറഞ്ഞാൽ എന്താണ്? 2 times the focal length ആണ്. R equal to 2 of. നമ്മൾ പ്രൂവ് ചെയ്താലേ, നാളെ ചിത്രമൊക്കെ വരച്ചാൽ അടിപൊളിയായിട്ട് പ്രൂവ് ചെയ്താലേ ആലോചിച്ച് വെച്ചു R equal to 2 ആണ്. റെഡി, അടുത്ത ഡിഫൈൻ പ്രിൻസിപ്പൽ ഫോക്കസ് ഓഫ് എ ലെൻസ് അല്ലെ. എന്താണ് പ്രിൻസിപ്പൽ ഫോക്കസ്? ഞാൻ കോൺവെക്സ് ലെൻസ് വരച്ചു കഴിഞ്ഞാൽ എന്താണ് പ്രിൻസിപ്പൽ ഫോക്കസ് ഓഫ് എ കോൺവെക്സ് ലെൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദ റേ ഓഫ് ലൈറ്റ് പാസിംഗ് പാരലൽ ടു principal axis of a convex lens. After refraction, all the refracted ray passes through a common point known as principal focus. എന്ന് വെച്ചാൽ പ്രിൻസിപ്പൽ ആക്സിസിന് പാരലായിട്ട് വരുന്ന എല്ലാ ലൈറ്റ് റേസും എന്ത് ചെയ്യും? ആഫ്റ്റർ റിഫ്രാക്ഷൻ ഒരു കോമൺ പോയിന്റിലൂടെ പോകുന്നത് കാണാൻ പറ്റും, അല്ലെങ്കിൽ കോമൺ പോയിന്റിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് കാണാൻ പറ്റും. ആ പോയിന്റ് നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? പ്രിൻസിപ്പൽ ഫോക്കസ്. സോ ആലോചിച്ച് വെച്ചോ, ലെൻസിന്റെ അകത്തേക്ക് പാരലായിട്ട് വരുന്ന എല്ലാ ലൈറ്റ് റേസും റിഫ്രാക്ഷൻ നടന്നതിന് ശേഷം എന്ത് ചെയ്യും? ഒരു പോയിന്റിലേക്ക് കേന്ദ്രീകരിക്കപ്പെടുന്നു. ആ പോയിന്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? പ്രിൻസിപ്പൽ ഫോക്കസ്. റെഡി, അടുത്തേക്ക് നമ്മൾ പോവാണ്. വാട്ട് ഡു യു മീൻ ബൈ ഒപ്റ്റിക് സെന്റർ ഓഫ് എ ലെൻസ്? എന്താണ് ഒപ്റ്റിക് സെന്റർ എന്ന് പറഞ്ഞാൽ? എന്താണ്? ഒന്നുമില്ല. നമ്മള് മിററിന്റെ അകത്ത് പോള് പറഞ്ഞില്ലേ, അതേപോലെ നമ്മുടെ ലെൻസ് അല്ലേ. ഏതൊക്കെ ലെൻസ് ഉള്ളത്? കോൺവെക്സും ഉണ്ട്, കോൺകേവ് ഉണ്ട് അല്ലെ. അങ്ങനെയാണ് ആ കോൺവെക്സിന്റെയും കോൺകേവിന്റെയും ഈ സെന്ററിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഒപ്റ്റിക് സെന്റർ. നമ്മൾ P വെച്ചാണ് മാർക്ക് ചെയ്യുക, പക്ഷെ എന്റെ പേരെന്താണ് ഇവിടെ? ഒപ്റ്റിക് സെന്റർ ആണ്. എന്താണ് മക്കളെ? ഒപ്റ്റിക് സെന്റർ അല്ലെ. ഒപ്റ്റിക് സെന്റർ നമ്മൾ മാർക്ക്. റെഡി, അടുത്ത നമ്മൾ പോവാണ്. അടുത്ത ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് മെന്റ് ബൈ ദ പവർ ഓഫ് എ ലെൻസ് അല്ലെ. വാട്ട് ഇസ് ഇറ്റ്? എന്താണ് പവർ എന്ന് പറഞ്ഞതാണ്? പവർ ഈസ് ദ റെസിപ്രോക്കൽ ഓഫ് ഫോക്കൽ ലെങ്ത് ഓഫ് ലെൻസ് ആണ്. അങ്ങനെയെങ്കിൽ നിങ്ങൾ പറഞ്ഞു എന്താണ് പവറിന്റെ യൂണിറ്റ് വരിക? സിമ്പിൾ ആയിട്ട് നമുക്ക് പറയാം ഡയോപ്റ്റർ അല്ലെ. സോ എന്താ വരിക? ഡയോപ്റ്റർ ആണ് നമ്മൾ എന്ത് വരിക? യൂണിറ്റ് വരിക. D വെച്ച് നമ്മൾ എന്ത് ചെയ്യും? റെപ്രസെന്റ് ചെയ്യും. ഡയോപ്റ്റർ. പവർ ഓഫ് ദി ലെൻസ് എന്താണ്? ഡയോപ്റ്റർ ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ. ഡിഫൈൻ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് എ മീഡിയം. എന്താണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ? എന്താണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് എ മീഡിയം എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് അല്ലെ. എന്താണ്? വെലോസിറ്റി ഇൻ ദാറ്റ് മീഡിയം ടു എന്താണ്? വെലോസിറ്റി ഇൻ വാക്വം അല്ലെ. നമ്മൾ എന്ത് ചെയ്യാണ്? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആ മീഡിയത്തിലെ വെലോസിറ്റിയെ നമ്മൾ എയർ വാക്വത്തിലെ ലൈറ്റിന്റെ വെലോസിറ്റിയുമായിട്ട് കമ്പയർ ചെയ്യാണ്. ഈ കമ്പയർ എന്ന റേഷ്യോ നമ്മൾ വിളിക്കുന്ന പേരാണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് അല്ലെ. ഇറ്റ് ഈസ് എന്താണ് പറയാൻ പറ്റുക? ഇറ്റ് ഈസ് എ റേഷ്യോ ഓഫ് വെലോസിറ്റി ഓഫ് ലൈറ്റ് ഇൻ വാക്വം ബൈ വെലോസിറ്റി ഓഫ് ലൈറ്റ് ഇൻ മീഡിയം ആണ്. ഇതാണ് എന്ത് വരിക? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ അതിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, ആ മീഡിയത്തിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. റെഡി അല്ലേ? അടുത്ത നമ്മൾ പോവാണ്. വാട്ട് ഡു യു മീൻ ബൈ ആംഗിൾ ഓഫ് ഡീവിയേഷൻ? അല്ലെ എന്താണ് ആംഗിൾ ഓഫ് ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ? എന്താണ്? ഇറ്റ് ഈസ് ആംഗിൾ സെപ്പറേറ്റഡ് അല്ലെ. ഇറ്റ് ഈസ് ആംഗിൾ ഓഫ് സെപ്പറേഷൻ.
angle of separation between ഏതൊക്കെയാണ്? ഇൻസിഡന്റ് റേ ആൻഡ് എന്താണ്? എമർജന്റ് റേ. ഇൻസിഡന്റ് റേയും എമർജന്റ് റേയും ആയിട്ട് ഉണ്ടാക്കുന്ന ആ ഒരു സെപ്പറേഷൻ അല്ലെ. പ്രിസം എടുക്കുകയാണെങ്കിൽ ഇതല്ല നമ്മുടെ പ്രിസം അല്ലെ. സോ ഇതായിരിക്കും ഇൻസിഡന്റ് റേ. അവിടെ പോയി ഇതാണ് ഇൻസിഡന്റ് റേ. അവിടെ ഇങ്ങനെ നടന്നിട്ട് ഇതാണ് നമ്മുടെ എമർജന്റ് റേ. സോ ഇത് എമർജന്റ് ആണ്, ഇത് ഇൻസിഡന്റ് ആണ് അല്ലെ. സോ ഇങ്ങനെ പോവേണ്ട റേ ആയിരുന്നു അല്ലെ. അയാൾ എങ്ങനെ പോയി? ഇങ്ങനെ പോയില്ലേ. അപ്പൊ ഇതാണ് നമ്മുടെ എന്ത് വരിക? ആംഗിൾ ഓഫ് ഡീവിയേഷൻ ഡി എന്ന് നമ്മൾ വിളിക്കുന്നത്. ഇൻസിഡന്റ് റേയും എമർജന്റ് റേയും തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിൾ നമ്മൾ എന്ത് വിളിക്കുക? ആംഗിൾ ഓഫ് ഡീവിയേഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഓൺ വാട്ട് ഫാക്ടേഴ്സ് ഡു ദ ആംഗിൾ ഓഫ് ഡീവിയേഷൻ ഡിപ്പെൻഡ്? എന്താണ് ഈ ആംഗിൾ ഓഫ് ഡീവിയേഷൻ ഡിപ്പെൻഡ് ചെയ്യുന്നത് വെച്ചാൽ ഒന്ന് നമുക്ക് എന്ത് പറയാന്ന് വെച്ചാൽ ഈ പറഞ്ഞ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് അല്ലെ, എന്നെ വെച്ച് മാർക്കുക റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ്. പിന്നെ ആംഗിൾ, പ്രിസത്തിന്റെ ആംഗിൾ എന്ത് ചെയ്യുമ്പോൾ ഡിപ്പെൻഡ് ചെയ്യും. പ്രിസത്തിന്റെ ആംഗിൾ എന്ത് ചെയ്യുന്നുണ്ട്? അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. പിന്നെ എന്ത് ചെയ്യുന്ന അറിയോ? നമ്മുടെ വേവ് ലെങ്ത് ലാംഡ എന്ത് ചെയ്യും? അതിനെ ഡിപ്പെൻഡ് ചെയ്യും. വേവ് ലെങ്ത്. ഓക്കെ, ഈ മൂന്ന് ഫാക്ടേഴ്സ് നിങ്ങൾക്ക് പറയാം. ഒന്നാണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ്. പിന്നെ ഇത് ഏതാണ്? ആംപ്ലിറ്റ്യൂഡ് അല്ലെ, ആംഗിൾ ഓഫ് പ്രിസം ആണ്. അല്ലെങ്കിൽ എ ഡിഗ്രി കൊടുക്കാം. എ ഡിഗ്രി ആംഗിൾ ആണ് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ആംഗിൾ ഓഫ് പ്രിസം ആണ്. അതേപോലെ തന്നെ ഏത് കളറാണോ പോകുന്നത് അതിന്റെ വേവ് ലെങ്ത് എന്ത് ചെയ്യും? ഡിപ്പെൻഡ് ചെയ്യും. റെഡി ആണല്ലോ? സെറ്റ് ആണല്ലോ? നേരെ നമ്മൾ അടുത്തേക്ക് പോവാണ്. വാട്ട് ഇസ് മെന്റ് ബൈ സെമി കണ്ടക്ടർ? എന്താണ് സെമി കണ്ടക്ടർ അല്ലെ? നമുക്ക് കണ്ടക്ടർ അറിയാം, ഇൻസുലേറ്റർ അറിയാം. എന്താണ് ഈ സെമി കണ്ടക്ടർ എന്ന് വെച്ചാൽ ഒന്നുമില്ല. സെമി കണ്ടക്ടർ എന്തുണ്ട് അറിയോ? ഒരു ഇന്റർമീഡിയേറ്റ് റെസിസ്റ്റിവിറ്റി ഉണ്ടാവും. റെസിസ്റ്റിവിറ്റി റോ വെച്ച് മാർക്ക് ചെയ്യാണ്. ആൻഡ് കണ്ടക്ടിവിറ്റി അല്ലെ. ഇവർക്ക് എന്തുണ്ടാവും? റെസിസ്റ്റിവിറ്റിയും കാണിക്കും, അത് എന്തും കാണിക്കും, അത് കണ്ടക്ടിവിറ്റിയും കാണിക്കും. എന്ത് ലെവലില്? ഇന്റർമീഡിയറ്റ്. ഭയങ്കര റെസിസ്റ്റീവ് അല്ല, ഭയങ്കര കണ്ടക്റ്റീവ് അല്ല, ഒരു ഇന്റർമീഡിയറ്റ്. കുറച്ച് റെസിസ്റ്റീവ് ആണ്, കുറച്ച് കണ്ടക്റ്റീവ് ആണ്. അങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ എന്ത് വിളിക്കുക? സെമി കണ്ടക്ടർ എന്ന് വിളിക്കുക അല്ലെ. സോ അടുത്ത് നമുക്ക് നോക്കാം. ഗിവ് സം പ്രോപ്പർട്ടീസ് ഓഫ് സെമി കണ്ടക്ടേഴ്സ് അല്ലെ. സോ സെമി കണ്ടക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ആരൊക്കെയാണ്? സിലിക്കൺ ആൻഡ് ജെർമേനിയം ആണ് സെമി കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ അല്ലെ. നമുക്കറിയാം അതിനെന്താണുള്ളത്? നെഗറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് അല്ലെ. നെഗറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ആണുള്ളത് അല്ലെ. മൈനസ് ആൽഫ ആണ്. ആൽഫ എന്താണ്? നെഗറ്റീവ് ആണെന്ന് പറയാം. സോ ആൽഫ എന്താണ്? നെഗറ്റീവ് ആണ് നമുക്ക് പറയാം അല്ലെ. സോ ആൽഫ ഈസ് എന്താണ്? നെഗറ്റീവ് ആണ്. സോ നെഗറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ആണ്. വെച്ചാൽ ടെമ്പറേച്ചർ കൂടുന്ന സമയത്ത് റെസിസ്റ്റീവ് എന്താവും? കുറയാണ് ചെയ്യുക. റെഡി അല്ലേ? സോ അത് നമുക്ക് പറയാം അല്ലെ. സിലിക്കണും ജെർമേനിയമാണ് എക്സാമ്പിൾ ആയിട്ട് പറയാൻ പറ്റുക. അതേപോലെ തന്നെ എന്ത് ചെയ്യും? അവിടെ എന്താണ്? ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് എന്താണ്? നെഗറ്റീവ് ആണ്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവിടെ പറയാൻ സാധിക്കും. റെഡി ആണല്ലോ? ആൻഡ് അടുത്ത് നമുക്കുണ്ടോ? അടുത്തുണ്ട്. വാട്ട് ഇസ് മെന്റ് ബൈ ഡോപ്പിംഗ്? ഡോപ്പിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? വാട്ട് ഇസ് ഡോപ്പിംഗ് അല്ലെ. ആൻഡ് സെമി കണ്ടക്ടർ വേണമെങ്കിൽ നമുക്ക് ഒന്നുകൂടി പറയാം. കണ്ടക്ടിവിറ്റി എന്താണെന്നുണ്ട് അറിയോ? ഇൻക്രീസസ്. കണ്ടക്ടിവിറ്റി എന്താവും? ഇൻക്രീസ് ആവും. എപ്പോഴാണെന്ന് അറിയോ? ഓൺ ആഡിങ് ഇമ്പ്യൂരിറ്റി അല്ലെ. ആഡിങ് ഇമ്പ്യൂരിറ്റി. സോ ഇമ്പ്യൂരിറ്റി ആഡ് ചെയ്യുന്ന സമയത്ത് അതിന്റെ കണ്ടക്ടിവിറ്റി എന്താവും? കൂടും. ഇമ്പ്യൂരിറ്റി ആഡ് ചെയ്യുന്ന എന്താവും? കണ്ടക്ടിവിറ്റി കൂടുന്നു. അതും എന്താണ്? അതിന്റെ ഒരു പ്രോപ്പർട്ടിയാണ്. സോ 3 പ്രോപ്പർട്ടി പഠിച്ചു. നിങ്ങൾ സിലിക്കൺ ജെർമേനിയം പഠിച്ചു. ആൻഡ് ആൽഫ എന്താണ് അല്ലെ? ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് പഠിച്ചു. അതേപോലെ തന്നെ കണ്ടക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യുന്ന കണ്ടീഷൻ നമ്മൾ പഠിച്ചു അല്ലെ. അടുത്ത് നമ്മൾ നോക്കുന്നത് എന്താണ്? വാട്ട് ഇസ് മെന്റ് ബൈ ഡോപ്പിംഗ് അല്ലെ. എന്താണ് ഡോപ്പിംഗ് എന്ന് പറഞ്ഞാൽ? എന്താണ് ഡോപ്പിംഗ് എന്ന് പറഞ്ഞാൽ? ഒന്നുമില്ല, ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് ആഡിങ് ഇമ്പ്യൂരിറ്റി അല്ലെ. സോ ഇമ്പ്യൂരിറ്റി ആഡ് ചെയ്യുന്ന പ്രോസസ്സിന് നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ഡോപ്പിംഗ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഡോപ്പിംഗ്. റെഡി ആണല്ലോ? അടുത്ത നമുക്ക് പോവാം. വാട്ട് ഇസ് മെന്റ് ബൈ ബാൻഡ് ഗ്യാപ്പ് അല്ലെ. എന്താണ് ബാൻഡ് ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ? എന്താണ്? ഇറ്റ് ഈസ് ദ എനർജി ഗ്യാപ്പ് ബിറ്റ്വീൻ എന്തൊക്കെയാണ്? വാലൻസ് ബാൻഡ് ആൻഡ് കണ്ടക്ഷൻ ബാൻഡ് അല്ലെ. സോ വാലൻസ് ബാൻഡും കണ്ടക്ഷൻ ബാൻഡിനും ഇടയ്ക്കുണ്ടാവുന്ന ആ ഒരു ഗ്യാപ്പിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? എനർജി ഗ്യാപ്പ് അല്ലെങ്കിൽ എനർജി ബാൻഡ് ഗ്യാപ്പ് എന്ന് വിളിക്കും. റെഡി അല്ലേ? അടുത്ത നമുക്ക് നോക്കാം. അടുത്തുണ്ടോ? ഇല്ല. ആൻഡ് ഫൈനൽ ക്വസ്റ്റ്യൻ ആണത്. അതോടുകൂടെ കഴിഞ്ഞു. റെഡി? അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വൈവ സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യാൻ പോയിട്ട് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം. ഒരു സംശയം വേണ്ട. നിങ്ങൾക്ക് ഇതിന്റെ അത് എന്ത് ചെയ്യാൻ പറ്റും? വൈവയ്ക്കുള്ള ചോദ്യം നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കും. നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാം? ഓരോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ആൻസർ കൊടുക്കാനും പറ്റും. നല്ല കോൺഫിഡന്റ് ആയിട്ട് എന്ത് ചെയ്യുക? ആൻസർ ചെയ്യുക. കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുക? ഭയങ്കര ലൂസ് ആയിട്ട് അല്ലെങ്കിൽ ഭയങ്കര ഭയങ്കര സംഭവം ഒന്നും പോയി നിങ്ങൾ പോകേണ്ട ആവശ്യമില്ല. സിമ്പിൾ ആണ്, വളരെ സിമ്പിൾ ആണ്. നിങ്ങൾ ആ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ചെയ്ത് കിട്ടിയല്ലോ. പിന്നെ ഇത് നോക്കാൻ നിങ്ങൾക്ക് വൈവയുടെ 2 ക്വസ്റ്റ്യൻ ആണ് നിങ്ങളുടെ ഈ ഒരു എന്താ പറയാ മൊത്തം ആ ഒരു സംഭവം നിങ്ങൾ തീരുമാനിക്കുന്നത് അല്ലെ. വളരെ 2 മാർക്ക് ഈ ഒരു വൈവയ്ക്കുള്ളൂ. അങ്ങനെയാണ് ഈ 2 മാർക്ക് നിങ്ങൾ പേടിക്കേണ്ട. ആ 2 മാർക്ക് നമ്മൾ എന്ത് ചെയ്യും? സെറ്റ് ആയിട്ട് സ്കോർ ചെയ്യും. കംപ്ലീറ്റ് ആയിട്ട് ഇന്ന് കാണുക, സെറ്റ് ആക്കുക. ആൻഡ് നമ്മുടെ ലാബ് എക്സാം എന്ത് ചെയ്യുക? അടിപൊളിയാക്കി എഴുതി വരിക. സോ നമുക്ക് എന്ത് ചെയ്യാം? മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.